ഹലോ കൂട്ടുകാരെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും കുസൃതി ചോദ്യമൊന്നുമല്ല, ഇത് കർക്കിടക മാസമാണ്. പക്ഷേ നമുക്ക് മഴയൊന്നും ലഭിച്ചില്ല. കാരണം ഇനിയിപ്പം ഏലത്തിന് വെള്ളം അടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി. കാരണം ഒന്നാമതേ സീസണിൽ കുറവാണ്. പിന്നെ മഴയില്ലാതെ ഇരുന്ന് ഇപ്പോൾ പിടിക്കുന്ന പോലും പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ. അപ്പം നമ്മുടെ കിണറ്റെങ്കിൽ വെള്ളം അടിക്കാൻ വന്നാൽ അപ്പം നമ്മുടെ കിണറൊന്ന് കാണിക്കാം, അതിൻ്റെ പരിസരം ഒന്ന് കാണിക്കാം. വളരെ രസകരമായൊരു സംഭവമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കിണർ. ഇത് കണ്ടോ, ഇത് ഏകദേശം 15 അടിയോളം താഴ്ചയുള്ള ഒരു കിണറാണ്. ഇത് അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത കിണർ, ഇതോ ആ വീടിൻ്റെ മുറ്റത്തൊരു കിണർ. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇതോ ആ പച്ച വലയിട്ടേക്കുന്ന ഒരു കിണറാണ്. ഇതോ അതൊരു പഞ്ചായത്തിൻ്റെ കിണറാണ്. പിന്നെ ആ വീട് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു 3-4 കിണറും കൂടെ ഉണ്ട്. ഇപ്പം ഒത്തിരി കിണറുണ്ട്. കാരണം ഇതെല്ലാം കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാടൊക്കെ. അതുകൊണ്ട് ഏലം കൃഷിയൊക്കെ, അതുകൊണ്ട് ഏലത്തിന് വെള്ളമില്ലാതെ ഒരു രക്ഷയില്ല. അതിനുവേണ്ടി നമ്മൾ ഈ കിണറെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കിണറുള്ളത്. അതാണ് ഏലകൃഷിയുടെ പ്രത്യേകത. അതിന് വെള്ളമില്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രയും കിണറുകളൊക്കെ ഉണ്ട്. ഈ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വിടുക കേട്ടോ.